കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ബസ്സു കയറാൻ കുളം താണ്ടി പോയ വർഷങ്ങൾ കടന്നുപോയല്ലോ എന്ന് ഇനി ആശ്വസിക്കാം. സ്വകാര്യ ബസ് സ്റ്റാൻഡ് ആകെ മാറിയിരിക്കുന്നു. 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു നിർമ്മാണം. ഒടുവിൽ BMC നിലവാരത്തിൽ 3ാമത്തെ യാർഡ് കൂടി സജ്ജമായി. തുടർച്ചയായുള്ള തകർച്ചയുടെ കാരണം കണ്ടെത്തി ശാസ്ത്രീയ പരിഹാരമാണ് സാധ്യമാക്കിയതെന്ന് നഗരസഭാ നേതൃത്വം. പ്രശ്നങ്ങളൊക്കെ ഇനിയും ഉണ്ടായേക്കാം, എന്നാൽ പഴയതുപോലെ മോശമാകില്ല എന്നാണ് യാത്രക്കാർക്കുള്ള ഉറപ്പ്. സദേൺ യാർഡ് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം തന്നെ, അതായത് 17/8/2024 നോർത്തേൺ യാർഡിന്റെ പ്രവർത്തന ഉദ്ഘാടനം ആരംഭിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ നിർമ്മാണവും പൂർത്തീകരിക്കാനായി കഴിഞ്ഞിരിക്കുന്നു. അന്തർ സംസ്ഥാന വാഹനങ്ങൾക്കുള്ള ഒരു ഹബ്ബായിട്ട് ഒരുക്കാൻ കഴിയും. മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ മുൻപ് ചതുപ്പ് നിലമായിരുന്നു. പ്ലാസ്റ്റിക്കും മണ്ണുമിട്ട് നികത്തിയിടത്തു നിന്നും 1.1 മീറ്റർ ആഴത്തിൽ മണ്ണും മാലിന്യങ്ങളും നീക്കി GSP, വൈറ്റ് മിക്സ് എന്നിങ്ങനെ പല തട്ടുകളിലാക്കിയാണ് തറ ഉറപ്പിച്ചത്. മലിനജലം ഒഴുകിപ്പോകുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളുമുണ്ട്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘമാണ് പദ്ധതിരേഖ തയ്യാറാക്കിയത്. 5 കോടി രൂപയാണ് നവീകരണത്തിന്റെ ആകെ ചെലവ്. പ്രഭാത സായാഹ്ന സവാരികൾക്കുള്ള ഇടം, പാർക്കിംഗ് ഏരിയ, ചെറു കൂട്ടായ്മകൾക്കുള്ള വേദി, ഒപ്പം ഷട്ടിൽ കോർട്ടും. ഹാപ്പിനെസ് പാർക്കായി കൂടി മാറ്റപ്പെടുകയാണ് സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരം. ഇവിടെ കൂടുതൽ ജനങ്ങളെ എത്തിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് അന്തർ സംസ്ഥാന ഹബിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചത്. എന്നാൽ അവിടം കൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്നില്ല, മറിച്ച് നമ്മളൊരു ഹാപ്പിനെസ് പാർക്ക് ഇവിടെ വിഭാവനം ചെയ്യുക. വലിയ നിലയിലുള്ള പാർക്കിങ്ങിനുള്ള ഒരു സ്ഥലം ഇവിടെ ഇതിനകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഹാജി ബീരാ സാഹിബ് നഗരസഭാ ബസ് സ്റ്റാൻഡ് ശോച്യാവസ്ഥയുടെ പേരിൽ മുൻപ് ട്രോളുകളിൽ നിറഞ്ഞ ഇടമാണ്. നവീകരണത്തോടെ ഇവിടം നഗരത്തിന്റെ ഭംഗിയുള്ള കോണുകളിലൊന്നായി കൂടി മാറുകയാണ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.